ഇതാണോ അന്വേഷിക്കുന്നത്? വന്ന കാര്യം പൂർത്തിയാക്കാതെ ഇത്ര പെട്ടെന്നങ്ങ് തിരിച്ചുപോയാലോ? അവന്തിയുടെ അനിയനുണ്ടല്ലോ സന്ദീപ്, അവനാ എന്നെ പൂട്ടിയിട്ടത്. ഈ കേസിന് പിന്നിലെ ഉള്ളുകളികൾ എന്നോട് വെളിപ്പെടുത്താതെ നിനക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ കരയില്ലേ, എനിക്കൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ഇനി എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. ഇത് ഞാൻ അവളോട് ചോദിക്കും. അങ്ങനെ തോറ്റു മടങ്ങി പോകുന്നവളല്ല ഈ ലീലാവതി. അതല്ല, ഇനി എന്റെ അനിരുദ്ധേട്ടന് വേണ്ടി അവളുടെ കൈ കൊണ്ട് മരിക്കാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. അമ്മേ, അമ്മേ, ഇങ്ങോട്ട് മാറടി. ഇങ്ങോട്ട് വാ അമ്മേ. അമ്മ എന്ത് മണ്ടത്തരയെ കാണിക്കാൻ പോകുന്നേ? അവളൊരു രക്തരക്ഷസ. അവൾ ആരെയും കൊല്ലും, ചോറ് ഊറ്റി കുടിക്കും. അവളുടെ കൈ കൊണ്ട് മരിക്കാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നേ? അതോ അതോ അച്ഛനെ കൊന്നവരോടുള്ള പ്രതികാരം തീർക്കാനോ? നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നിന്റെ അച്ഛനെ അവൾ ഇല്ലാതാക്കി, ഇപ്പോ നിന്നെയും കൂടി കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ കണ്ട് ഞാൻ കൈയും കെട്ടിയിരിക്കണോ? അമ്മേ, നമ്മളെക്കാൾ ശക്തിയുള്ള ശത്രുവിന്റെ മുമ്പിൽ എടുത്തു ചാടുന്നത് ധൈര്യമല്ല, മണ്ടത്തരമാ. അവന്തികയോടുള്ള യുദ്ധം ജയിക്കാൻ ഇപ്പൊ നമ്മൾ തന്ത്രപരമായി നിന്നേ പറ്റൂ. എത്രയും വേഗം നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാവും. എങ്ങനെ രക്ഷപ്പെടും? പുറത്ത് അവളുടെ വാലാട്ടിപ്പട്ടി മൂർത്തി നിൽക്കുക. അമ്മേ, ഞാൻ രക്ഷപ്പെട്ട കാര്യം ഇതിനോടൊക്കെ ആ സന്ധ്യ പറഞ്ഞു കാണും. ഏത് നിമിഷവും അവനത് അവന്തികയെ അറിയിക്കും. എന്റെ ഈശ്വര, ഞാൻ രക്ഷപ്പെട്ട ആദ്യം വരുന്നത് അമ്മയെ കാണാനാണെന്ന് അവർക്ക് നന്നായി അറിയാം. നമ്മളെ തടയാൻ കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കണം. അമ്മ വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ നോക്ക്. ശരി മോളെ. ഹലോ സ്നേഹ. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അമ്മയ്ക്ക് എന്തെങ്കിലും? അതെ ചേച്ചി, അമ്മ പിന്നെ ഹോസ്പിറ്റലിലായി. അയ്യോ, അതെന്തു പറ്റി? വീണ്ടും എന്തെങ്കിലും അസുഖം ഉണ്ടായോ? ഏത് ആശുപത്രിയിലാ? നേരത്തെ കൊണ്ടുപോയ അതേ ആശുപത്രിയിലാ? അല്ല ചേച്ചി, അമ്മ മെന്റൽ ഹോസ്പിറ്റലിലാ. എന്താ? മെന്റൽ ഹോസ്പിറ്റലോ? 2 ദിവസം കൊണ്ട് പരസ്പരം ബന്ധമില്ലാതെ എന്റെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈശ്വര, ഞാൻ കാരണം എൻ്റെ അമ്മ മനോരോഗിയായി പോയല്ലോ. എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ല മോളെ, ഓരോന്നിങ്ങനെ ഓർത്തപ്പോ കരഞ്ഞു പോയതാ. എന്റെ അസുഖത്തിനെ പറ്റി ആലോചിച്ചിട്ടാണോ അമ്മ കരയുന്നേ? ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ. അമ്മ കരയണ്ട കേട്ടോ.
പോവാൻ തോന്നുന്നു. ഇതുപോലൊരു നല്ലൊരു സമയം ഇനി നമുക്ക് കിട്ടില്ലമ്മേ. സമയം ഇത്രയായല്ലോ. അവന്തിക ഇതുവരെയും നീ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനകം തന്നെ എന്റെ നേരെ വന്നേനെ. ചിലപ്പോ ആ സന്ദീപ് വല്ലയിടത്തും പോയി മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മാത്രമേ ഞാൻ രക്ഷപ്പെട്ട വിവരം അവ അറിയത്തുള്ളൂ. എന്നാലും അവളോട് 4 വാക്ക് പറയാതെ പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇപ്പൊ 4ഉം 10ഉം ഒന്നും പറയാൻ നിൽക്കണ്ട. അവൾ ചെയ്തതൊക്കെ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള അവസരം നമുക്ക് വരും അമ്മേ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതാ ഇപ്പൊ നമ്മുടെ പ്രധാന കാര്യം. വാ, നമുക്ക് ഇറങ്ങാം. ശരി മോളെ. വാ. അമ്മേ. ഇത് പൂട്ടിയിരിക്കുവാണല്ലോ. അയ്യോ, താക്കോൽ അവിടെ എവിടെയെങ്കിലും കാണും. കാണുന്നില്ലല്ലോ. സാധാരണ ഡോറ് പൂട്ടി താക്കോൽ ഇവിടെ വെക്കുന്നത്. നീ ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കാം. അയ്യോ, ഇതാണോ അന്വേഷിക്കുന്നത്? വന്ന കാര്യം പൂർത്തിയാക്കാതെ ഇത്ര പെട്ടെന്നങ്ങ് തിരിച്ചുപോയാലോ? ആ!